ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ BS Dreams. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് ഇതാ കംപ്ലീറ്റ് ഇതുപോലെ ഫ്ലവറിംഗ് ആയി നിൽപ്പുണ്ട്. അപ്പോൾ ഓർക്കിഡ് ചെടികൾ നന്നായിട്ട് ഫ്ലവറിംഗ് ആവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മെയിനായിട്ടുള്ള വളങ്ങളും ഇതുപോലെ ഓർക്കിഡ്സിൻ്റെ കെയർ ടിപ്പും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ കാണുന്നതൊക്കെ എൻ്റെ യെല്ലോ കളർ ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സ് ആണ്. ഇപ്പം നല്ല രീതിക്ക് ഇതെല്ലാം ഫ്ലവറിങ് ആയിട്ടുണ്ട്. അപ്പം ഒരുപാട് നാൾ നമ്മുടെ ഈ ഒരു പൂക്കൾ നമ്മുടെ പ്ലാന്റിൽ നിൽക്കും എന്നുള്ളതാണ് ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ ഈസിയാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് നട്ട് വളർത്താൻ, ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡും മറ്റുമൊക്കെ. അപ്പോൾ എൻ്റെ മിക്ക ഓർക്കിഡ് പ്ലാന്റ്സ് ഇപ്പോൾ ഫ്ലവറിങ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കാണിക്കാം. ഇപ്പോൾ ഓർക്കിഡ്സിൻ്റെ ഈ പഴയ പൂങ്കുലകൾ ഇതിപ്പോൾ പഴയത് ഏകദേശം വിരിഞ്ഞ് കഴിയാറായിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം പൂത്ത് കഴിയുന്നതനുസരിച്ച് ഇതാ വീണ്ടും അടുത്ത പുതിയ പൂങ്കുലകൾ നമ്മുടെ പ്ലാന്റിൽ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പം പഴയ പൂക്കളിങ്ങനെ തീരുന്നതിനനുസരിച്ച് പുതിയ പൂക്കളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ കൊടുക്കുന്ന പോട്ടിംഗ് മിക്സും പ്രോപ്പറായിട്ടുള്ള വളപ്രയോഗങ്ങളും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരും. ഞാൻ എന്താ ഇവിടെ പല വെറൈറ്റി ഓർക്കിഡ് പ്ലാന്റ്സ് ഒരുമിച്ചാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളിപ്പം പുതുതായിട്ട് റീപ്പോർട്ട് ചെയ്ത വെച്ച പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം ഫ്ലവറിംഗ് ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ എൻ്റെ ഓർക്കിഡ് പ്ലാന്റ്സ് എല്ലാം ഗ്രോ ബാഗുകളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ്സ് വളർന്ന് വന്നിട്ടുമുണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സ് നമ്മൾ നടുമ്പോൾ മസ്റ്റായിട്ടും അത്യാവശ്യം റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ പോട്ടിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള പോട്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അതുപോലെ ഓർക്കിഡ് പ്ലാന്റ്സ് സെറ്റ് ചെയ്യുന്ന ഭാഗം നന്നായിട്ട് സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്ന ഭാഗമായിരിക്കും. ഒരു 3-4 മണിക്കൂർ സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നന്നായിട്ട് ഫ്ലവറിങ് ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വന്നാലും പൂക്കൾ ഒരുപാട് കുറയും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഘടകമാണ് ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ റീപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാന്റിൽ പെട്ടെന്ന് തൈകൾ നിറയും. അപ്പോൾ ഒരുപാട് തൈകളായി കഴിഞ്ഞാൽ നമ്മൾ പൂക്കൾ കഴിയുന്ന സമയം നോക്കി നമ്മൾ ഈ ഒരു പ്ലാന്റ് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ പുതിയ പൂമോട്ടുകൾ ഒരുപാട് നമ്മുടെ പ്ലാന്റിൽ വരും. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ റീപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പഴയ വേരുകളെല്ലാം നശിച്ച് പോയിട്ട് നമ്മുടെ പ്ലാന്റിൻ്റെ ആരോഗ്യത്തിന് അത് ബാധിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഓർക്കിഡ് പ്ലാന്റ്സിന് മെയിനായിട്ട് കൊടുക്കുന്ന ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് നമ്മുടെ ചാണക സ്ലറിയാണ്. അപ്പോൾ ചാണക സ്ലറി എന്ന് പറയുന്നത് പച്ച ചാണകവും കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ച് പുളിപ്പിക്കാനായിട്ട് വെക്കുക. 2-3 ദിവസം കഴിഞ്ഞ ശേഷം നന്നായിട്ട് നമ്മളത് ഡൈല്യൂട്ട് ചെയ്താൽ ഒരു 2-3 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും ബെറ്ററാണ്. ഓർക്കിഡ് നന്നായിട്ട് ഫ്ലവറിങ് ആവാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. ഓർക്കിഡ് പ്ലാന്റ്സ് പൊതുവേ വളരെ ചെറുതായിരിക്കും തന്നെ ഫ്ലവറിങ് ആവുന്ന വെറൈറ്റിയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു യെല്ലോ കളർ ഓർക്കിഡ് നമുക്ക് കാണുമ്പോൾ തന്നെ ചെറിയൊരു പ്ലാന്റ് ആണ്. പക്ഷേ ഇപ്പോൾ ഇതാ ഒരുപാട് പൂക്കൾ അതിലിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കുന്ന വളങ്ങളും കെയറിങ്ങും ഒക്കെ പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ പ്ലാന്റ് ഇതുപോലെ ഫ്ലവറിങ് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ചെടികൾ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ചുവട് ഭാഗം എപ്പോഴും നല്ല നീറ്റായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇതുപോലെ വരുന്ന ഇലകളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ഫുള്ള് നമ്മളൊന്ന് എടുത്ത് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ പ്ലാന്റ് ചുവട് നല്ല നീറ്റ് അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൂപ്പൽ വന്നിട്ട് നമ്മുടെ പ്ലാന്റ് ഫുള്ളായിട്ട് അഴുകി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വാട്ടറിങ് ഓർക്കിഡ് പ്ലാന്റ്സിന് ആവശ്യമില്ല. എപ്പോഴും അതിൻ്റെ ചുവട് ഭാഗം കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് വേരുകൾ ഇതുപോലെ ഇങ്ങനെ മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിന് മീതെ വീണ്ടും ചാണകപ്പൊടിയും മണ്ണും കൂടെയൊക്കെ ഇട്ട് കൊടുക്കണം. മണലും കൂടെ ആഡ് ചെയ്ത് വേണം നമ്മൾ ഇടാനായിട്ട്. അതുപോലെ ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ മെയിനായിട്ടുള്ള പോട്ടിംഗ് മിക്സ് എന്താണെന്ന് ഞാൻ ഒന്ന് പറയാം. അപ്പം ഞാൻ മുമ്പത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നടിയിൽ രീതിയും മറ്റേക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം പറഞ്ഞു പോകുന്നത്, കാണിക്കുന്നില്ല. അത് നമ്മൾ ഗ്രോ ബാഗിനുള്ളിൽ ഒരുപാട് തൊണ്ട് നമ്മൾ അടുക്കി കൊടുക്കാറുണ്ട്, തൊണ്ടും ചകിരിയും. ഇപ്പോൾ പോട്ടി മിക്സായിട്ട് എടുക്കുന്ന ഉണങ്ങിയ ചാണകപ്പൊടിയും മണ്ണൂടിയാണ്. അതുപോലെ കരിക്കട്ടയുടെ കഷ്ണങ്ങളും ഓടിൻ്റെ കഷ്ണങ്ങളും ഒക്കെ നമ്മൾ ഈ ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ ചുവട്ടിലായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടും മറ്റൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈർപ്പം നിലനിർത്താനും നമ്മൾ തൊണ്ടും ചകിരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. തൊണ്ടിലും ചകിരിയിലൊക്കെ നല്ല രീതിക്ക് നമ്മുടെ ഓർക്കിഡ്സിൻ്റെ വേര് പിടിച്ചിട്ട് പ്ലാന്റ് എപ്പോഴും ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ വളങ്ങളും മറ്റും പ്രോപ്പർ ആണെങ്കിൽ ഇതുപോലെ വലിപ്പമുള്ള പൂങ്കുലകളായിരിക്കും നമുക്ക് ഈ ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഓർക്കിഡ് വെറൈറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മുടെ ഈ ഒരു ഫ്ലവറിങ് സ്റ്റെം എന്ന് പറയുന്നത് നല്ല ഹൈറ്റിലാണ് വന്നിട്ടുള്ളതും. അതുപോലെ തന്നെ ഈ ഒരു ഓർക്കിഡിൻ്റെ ചെടികളും അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഓർക്കിഡിൻ്റെ സീഡ്. അപ്പോൾ ഇത് നന്ന് പാകമായി കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഈ വിത്ത് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വിത്തുകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും വിത്ത് പാകമായി വരുന്ന സമയം കൊണ്ട് നമ്മുടെ ഈ ഒരു പൂങ്കൊല നന്നായിട്ട് ക്ഷീണിക്കും. അതുകൊണ്ട് മസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു വിത്തുകൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടി അത്യാവശ്യം നല്ല ഹെൽത്തി, നമ്മളിതിൻ്റെ ലീഫ് കാണുമ്പോൾ തന്നെ നല്ല വലിപ്പത്തിലാണ് വന്നിട്ടുള്ളത്. പ്ലാന്റ് നല്ല ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലവറിങ് ഷൂട്ട്സ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് റീപ്പോർട്ട് ചെയ്ത് വെച്ച പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് അടുത്ത സെക്ഷൻ റീപ്പോർട്ട് ചെയ്യാറായിട്ട് ഒരുപാട് തൈകളെല്ലാം നമ്മുടെ പ്ലാന്റിൽ വന്നിട്ടുണ്ട്. തൈകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ കണ്ടോ, ഇതുപോലെ പുതിയ പൂമുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കണ്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫുള്ളായിട്ട് പോട്ടിനുള്ളിൽ നിന്ന് ഈ ഒരു പ്ലാന്റ് കംപ്ലീറ്റ് തട്ടിയെടുക്കുക. അതിനുശേഷം സാവധാനത്തിൽ ഓരോ പ്ലാന്റ്സ് ആയിട്ട് സെപ്പറേറ്റ് എടുക്കുന്നതാണ് കൂടുതൽ എളുപ്പമെന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പ്ലാന്റ് സ്റ്റെമ്മ് ചതഞ്ഞു പോകാനും വേരുകൾ പൊട്ടിപ്പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ നമ്മൾ വേനൽക്കാലമൊക്കെ ആണെങ്കിൽ മണ്ണ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് ഈ ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ ചുവടൊന്ന് നനച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഓർക്കിഡിൻ്റെ പൂവ് നല്ല ഭംഗിയാണ്. 2-3 ദിവസത്തിൽ കൂടുതൽ നമ്മുടെ ഈ ഒരു പൂവ് തന്നെ ഈ ഒരു പ്ലാന്റിൽ നിൽക്കും. അപ്പോൾ ഓർക്കിഡ് പ്ലാന്റ്സ് സീസണിലാണെങ്കിലും എല്ലാ ടൈമിലും നമ്മുടെ ഓർക്കിഡ് ചെടികളിൽ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഓർക്കിഡിന് കണ്ടുവരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അതിൻ്റെ തണ്ട് ചീയണമെന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്ലാന്റ്സിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാഫ് എന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസർ ഫംഗിസൈഡ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ പൊടിയായിട്ട് വേണമെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് മാറി പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വരും. അപ്പോൾ അതുപോലെ തന്നെ വേപ്പൻ പിണ്ണാക്കും മറ്റൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു കപ്പ് വെള്ളമൊക്കെ നമ്മളെടുത്ത് നന്നായിട്ട് ഒരു ബക്കറ്റിൽ ഡൈല്യൂട്ട് ചെയ്തെടുത്ത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഒഴിക്കുകയാണെങ്കിൽ ഒരു 15 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മളത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഓർക്കിഡ് നന്നായിട്ട് ഫ്ലവറിങ് ആവും. ഈ ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ നടീൽ രീതിയും വളപ്രയോഗമൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പം ഓർക്കിഡ്സിനെ കുറിച്ച് മറ്റെന്തെങ്കിലുമൊക്കെ ഡൗട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ആ വീഡിയോസ് നേരി കണ്ടാൽ മതി. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ആ വീഡിയോസ്. അതുപോലെ തന്നെ ഓർക്കിഡ് ചെടികളുടെ പരിപാലനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻറ്റായിട്ട് ഇടുക. ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഈ കാണുന്ന പ്രോഡക്റ്റാണ് സാഫ്. അപ്പം നമ്മുടെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെം ഇതാ ഇവിടെ ഡാമേജ് ആയിട്ടുണ്ട്. ഇപ്പോൾ 2ഓളം ഫ്ലവറിങ് ഷൂട്ട്സൊക്കെ വന്നുകൊണ്ടിരുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇതിനെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സാഫ് നമുക്കിതുപോലെ പൊടിയായിട്ട്, മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കുന്നില്ല, ഇതുപോലെ നമുക്ക് ഇതിൻ്റെ സ്റ്റെമ്മിലെല്ലാം പൊടിയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ടോ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതുപോലെ സാഫ് പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ പ്ലാന്റ്സിന് ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷനും മറ്റും ഈസി ആയിട്ട് തന്നെ മാറി കിട്ടും. അപ്പോൾ മഴക്കാലങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ പ്ലാന്റ്സിൻ്റെ ലീഫിലൊക്കെ ഇതുപോലെ സാഫ് ഇട്ട് കൊടുക്കുന്നത് ബെറ്ററാണ്. നമ്മുടെ ഓർക്കിഡ് ചെടിയൊക്കെ മാത്രമല്ല മറ്റ് എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സിന് വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഓർക്കിഡ് ചെടികളുടെ പരിപാലനത്തിൽ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ വരുന്ന പഴയ പൂങ്കുലകൾ നമ്മൾ മസ്റ്റായിട്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പുതിയ പൂങ്കുലകൾ ഒരുപാട് നമ്മുടെ പ്ലാന്റിൽ വരും. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ഈ ഒരു ഫ്ലവറിങ് സ്റ്റെമ്മ് നന്നായിട്ട് താഴ്ത്തി വലിച്ച് വേണം കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അപ്പം നമ്മളെ ഒരു ചുവട് പ്ലാന്റിൽ തന്നെ ഏകദേശം 3-4 കൊലയോളം പൂക്കളിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ യെല്ലോ ഓർക്കിഡിൻ്റെ ചുവട് ഭാഗമാണ് ഈ കാണുന്നത്. കണ്ടോ, വളരെ ചെറിയൊരു പ്ലാന്റാണ്. അതിലാണ് ഏകദേശം 4ഓളം ഫ്ലവറിങ് ഷൂട്ട്സ് വന്നിട്ടുള്ളത്. അത് വീണ്ടും പുതിയ മുട്ട് ഇതുപോലെ വരുന്നുണ്ട്. കണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ഓർക്കിഡ്സിൻ്റെ സ്യൂഡോ ബൾബ് എന്ന് പറയുന്ന പോർഷൻ. അപ്പോൾ ഇത് എപ്പോഴും മണ്ണ് മുകളിലേക്ക് ഇരിക്കുന്ന രീതിക്ക് വേണം നമ്മൾ പ്ലാന്റ് പോട്ട് ചെയ്യാനായിട്ട്. ഒരുപാട് അടിയിലേക്ക് ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കില്ല, അത് അഴുകി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പ്ലാന്റ് നടുമ്പോൾ ഒരുപാട് മണ്ണ് അടിയിലേക്ക് ചുവട് ഭാഗം ആയി പോകാതെ നോക്കുകയും വേണം. അപ്പോൾ ഈ ഒരു സ്യൂഡോ ബൾബിൻ്റെ വശങ്ങളിൽ നിന്നാണ് പുതിയ തൈകളും പൂക്കളും ഒക്കെ വരുന്നത്. അപ്പോൾ മിക്ക ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ ലീഫ് കണ്ടൊക്കെ നമുക്ക് അതിൻ്റെ ഏത് കളറിൽ പൂക്കൾ തരുന്ന പ്ലാന്റ്സ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ മിനിയേച്ചർ ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ ഫ്ലവറിങ് ബഡ്സിൻ്റെ പ്രത്യേകത, ഇത് നമ്മുടെ പ്ലാന്റിൽ നിന്ന് ഒരുപാടങ്ങ് ഹൈറ്റിലായിരിക്കില്ല വരുന്നത്. പക്ഷെ നമ്മുടെ നോർമൽ അല്ലാത്ത കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഓർക്കിഡ് പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഫ്ലവറിങ് ഷൂട്ട്സിന് നല്ല ഹൈറ്റ് കാണും. അപ്പം എപ്പോഴും ഹൈറ്റ് കുറഞ്ഞ് നിൽക്കുന്നതാണ് കൂടുതൽ ഭംഗി നമ്മുടെ പൂക്കളും ചെടികളും കാണാനായിട്ട്. ഇതൊരു ഡാർക്ക് വയലറ്റ് പൂക്കൾ തരുന്ന ഓർക്കിഡാണ്. ഇതിൻ്റെ ഇലയുടെ പ്രത്യേകത ലീഫ് നല്ല വീതിയിൽ വരും, നീളം കുറവാണ്, അതുപോലെ ഹൈറ്റും കുറവാണ്. സോ എന്താ ഈ ഒരു ലൈറ്റ് വയലറ്റ് പൂക്കൾ വരുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ലീഫിന് നല്ല നീളമാണ്, വീതി കുറഞ്ഞിട്ട് നല്ല ലെങ്തിന് ആണ് ഈ ഒരു ഓർക്കിഡ് പ്ലാന്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ലീഫ് കണ്ടു തന്നെ മിക്ക പ്ലാന്റ്സും ഐഡൻറ്റിഫൈ ആയിട്ട് പറ്റും. ഈ ഒരു ഓർക്കിഡൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇതൊരു യെല്ലോയും റെഡും കൂടെ മിക്സഡ് ആയിട്ട് വരുന്ന ഓർക്കിഡാണ്. അപ്പോൾ അതിൽ പൂക്കൾ വന്നിട്ടില്ല. അതുപോലെ ഈ ഒരു വരിയിൽ നിൽക്കുന്ന ഓർക്കിഡ് പ്ലാന്റ്സ് ഒക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ പുതിയ തൈകളായി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിലൊക്കെ ഇനി മൊട്ട് പിടിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വയലറ്റും യെല്ലോയും കൂടെ മിക്സഡ് ആയിട്ട് വരുന്ന ഓർക്കിഡ്സ് ആണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെയും പോട്ടി മിക്സും അതിൻ്റെ കെയറിങ്ങും ഒക്കെ ഈക്വലാണ്, ഒരു സെയിം തന്നെയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പുതിയ തൈകൾ കിട്ടും എന്നുള്ളതാണ് ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളർത്താനും എളുപ്പമാണ്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മെയിനായിട്ട് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ കെയറിങ്ങിനെയും വളപ്രയോഗത്തെയും കുറിച്ചൊക്കെ പറയാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.